അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3, വർക്ക് സൂപ്രണ്ടന്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ, സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലേക്കുള്ള പരീക്ഷ 22/11/2025 സാറ്റർഡേ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. എല്ലാ ചോദ്യങ്ങളും PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash tells the receiver at what time the satellite should be at what place. അതായത് ഡാഷ് ഏത് സമയത്താണ് ഉപഗ്രഹം ഏത് സ്ഥലത്തായിരിക്കണമെന്ന് റിസീവറോട് പറയുന്നത്. ഏതാണ്? Ephemeris. Ephemeris tells the receiver at what time the satellite should be at what place. അടുത്ത ക്വസ്റ്റ്യൻ. The smallest GPS unit is the 1 dash. അതായത് ഏറ്റവും ചെറിയ GPS യൂണിറ്റ് ഡാഷ് ആണ്. ഏതാണ്? You can wear on wrist. The smallest GPS unit is the one you can wear on wrist. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫോട്ടോഗ്രാമെട്രി? അതായത് ഈ ഫോട്ടോഗ്രാമെട്രിയുടെ പ്രയോജനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കവേഴ്സ് ലാർജ് ഏരിയ. കവേഴ്സ് ലാർജ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഡിജിറ്റൽ ഇക്വലന്റ് ഓഫ് അനലോഗ് സിഗ്നൽസ് ഫോർ പ്രോസസിംഗ്? അതായത് പ്രോസസിംഗിനായി അനലോഗ് സിഗ്നലുകൾക്ക് തുല്യമായ ഡിജിറ്റൽ ലഭിക്കുന്നതിനുള്ള പ്രക്രിയ എന്താണ്? എന്താണ്? ഡാറ്റ അക്വിസിഷൻ. ഡാറ്റ അക്വിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി സാറ്റലൈറ്റ്സ് ആർ റിക്വയർഡ് ടു മെഷർ 2D പൊസിഷൻ ദാറ്റ് ഈസ് ദ ലോങ്ങിറ്റ്യൂഡ് ആൻഡ് ദ ലാറ്റിറ്റ്യൂഡ്? അതായത് 2D സ്ഥാനം 2D സ്ഥാനം അളക്കാൻ എത്ര ഉപഗ്രഹങ്ങൾ ആവശ്യമാണ്? അതായത് രേഖാംശവും അക്ഷാംശവും. ഏതാണ്? എത്രയാണ്? 3. How many satellites are required to measure 2D position that is the longitude and the latitude? 3. അടുത്ത ക്വസ്റ്റ്യൻ. The segments present in GPS are dash. അതായത് GPS ൽ നിലവിലുള്ള സെഗ്മെന്റുകൾ ഡാഷ് ആണ്. all the above. അതായത് ഗ്രൗണ്ട് കൺട്രോള്, സ്പേസ്, യൂസർ എക്വിപ്മെന്റ്. The segment present in GPS are ground controller, space, user equipment. All the above. അടുത്ത ക്വസ്റ്റ്യൻ. The components partitioned in GPS are known as dash. അതായത് ഈ GPS പാർട്ടീഷൻ ചെയ്ത ഘടകങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? സെഗ്മെന്റ്സ്. The components partitioned in GPS are known as segments. ഈ തസ്തികയിലേക്ക് അപേക്ഷ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The US Space Forces maintains, develops and operates dash segments. അതായത് ഈ US ബഹിരാകാശ സേന ഡാഷ് സെഗ്മെന്റുകൾ പരിപാലിക്കുകയും വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് സെഗ്മെന്റുകളാണ്? സ്പേസ് ആൻഡ് കൺട്രോള്. The US Space Forces maintains, develops and operates space and control segments. അടുത്ത ക്വസ്റ്റ്യൻ. Dash tracks the satellites as they are passed over. അതായത് ഉപഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ ഡാഷ് ട്രാക്ക് ചെയ്യുന്നു. എന്താണ്? മോണിറ്റർ സ്റ്റേഷൻസ്. മോണിറ്റർ സ്റ്റേഷൻസ് ട്രാക്സ് ദ സാറ്റലൈറ്റ്സ് as they are passed over. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഡാഷ്. അതായത് ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഡാഷിൽ ഉപയോഗിക്കുന്നു. മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ്. ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഈസ് യൂസ്ഡ് ഇൻ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ സർവേയേഴ്സ് ഇൻ ദ മെഷർമെന്റ് ഓഫ് GPS?
അതായത് GPS അളക്കുന്നതിന് സർവേയർമാർ എത്ര രീതികൾ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രീതികൾ ഉപയോഗിക്കുന്നു? 3. How many methods used by the surveyors in the measurement of GPS? 3. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിക് GPS baseline technique makes use of dash receivers of GPS. അതായത് സ്റ്റാറ്റിക് GPS ബേസൽ ടെക്നിക്ക് GPS-ന്റെ ഡാഷ് റിസീവറുകൾ ഉപയോഗിക്കുന്നു. ഏതാണ്? 2 receivers of GPS. Static GPS baseline technique makes use of 2 receivers of GPS. A device altitude can be measured using dash satellite. അതായത് ഒരു ഉപകരണത്തിന്റെ ഉയരം ഡാഷ് ഉപഗ്രഹം ഉപയോഗിച്ച് അളക്കാൻ കഴിയും. 4th satellite. A device altitude can be measuring using 4th satellite. അടുത്ത ക്വസ്റ്റ്യൻ. GNSS systems are dash. അതായത് GNSS സംവിധാനങ്ങൾ ഡാഷ് ആണ്. GLONASS, GPS, Galileo. GNSS system are all the above. The observations collected by the monitor stations are fed to dash. അതായത് മോണിറ്റർ സ്റ്റേഷനുകൾ ശേഖരിക്കുന്ന നിരീക്ഷണങ്ങള് ഡാഷിലേക്ക് നൽകുന്നു. എന്തിലേക്ക് നൽകുന്നു? മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ്. The observations collected by the monitor stations are fed to master control stations. അടുത്ത ക്വസ്റ്റ്യൻ. How many satellites on the surface of Earth are used so that the location can be produced? അതായത് ഭൂമിയുടെ ഉപരിതലത്തില് എത്ര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനെ ലൊക്കേഷൻ നിർമ്മിക്കാൻ കഴിയും? 3. How many satellites on the surface of Earth are used so that the location can be produced? 3. The satellites meant for GPS orbits in dash. അതായത് ഡാഷിലെ GPS ഭ്രമണപഥത്തിനായുള്ള ഉപഗ്രഹങ്ങൾ ഏതാണ്? മീഡിയം എർത്ത് ഓർബിറ്റ് MEO. The satellites meant for GPS orbits in medium earth orbit MEO. അടുത്ത ക്വസ്റ്റ്യൻ. The mathematical principle involved in GPS is dash. അതായത് GPS ഉൾപ്പെട്ടിരിക്കുന്ന ഗണിതശാസ്ത്ര തത്വം ഡാഷ് ആണ്. ഏതാണ്? trilateration. The mathematical principle involved in GPS is trilateration. അടുത്ത ക്വസ്റ്റ്യൻ. What is an advantage of digital signal? അതായത് ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രയോജനം എന്താണ്? നോയിസ് ഇമ്മ്യൂണിറ്റി. What is an advantage of digital signal? Noise immunity. അടുത്ത ക്വസ്റ്റ്യൻ. The degradation in the quality of GPS by the government of the US discontinued by whom? അതായത് US ഗവൺമെന്റ് GPS-ന്റെ നിലവാര തകർച്ച ആരാണ് നിർത്തലാക്കിയത്? ആരാണ്? ബിൽ ക്ലിന്റൺ. ആരാണ്? ബിൽ ക്ലിന്റൺ. അടുത്ത ക്വസ്റ്റ്യൻ. What is the practice for determining the geometric properties of objects from photographic images dash? അതായത് ഫോട്ടോഗ്രാഫിക് ഇമേജുകളിൽ നിന്ന് വസ്തുക്കളുടെ ജ്യാമിതീയ ഗുണങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള സമ്പ്രദായം എന്താണ്? എന്താണ്? ഫോട്ടോഗ്രാമെട്രി. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is meant by study of something without direct contact? അതായത് നേരിട്ടുള്ള സമ്പർക്കമില്ലാതെ എന്തെങ്കിലും പഠിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? റിമോട്ട് സെൻസിങ്. എന്താണ് അർത്ഥമാക്കുന്നത്? റിമോട്ട് സെൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ. Which country developed GLONASS, GLONASS
ഇൻ കണ്ടംപററി വിത്ത് ദ GPS. അതായത് GPS-ന് സമകാലികമായി ഗ്ലോനാസ് വികസിപ്പിച്ചെടുത്ത രാജ്യം റഷ്യ. അടുത്ത വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ എക്സ്പോഷർ സ്റ്റേഷൻ? അതായത് എക്സ്പോഷർ സ്റ്റേഷന്റെ മറ്റൊരു പേര് എന്താണ്? എയർ സ്റ്റേഷൻ. എന്താണ്? എയർ സ്റ്റേഷൻ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കോമ്പാസ് സാറ്റലൈറ്റ് സിസ്റ്റം ഓഫ് നാവിഗേഷൻ ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ ഡാഷ് ഗവൺമെന്റ്. അതായത് കോമ്പസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം ഡാഷ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഏത് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു? ചൈനീസ് ഗവൺമെന്റ്. കോമ്പാസ് സാറ്റലൈറ്റ് സിസ്റ്റം ഓഫ് നാവിഗേഷൻ ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ ചൈനീസ് ഗവൺമെന്റ്. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? അതായത് കർഷണ നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? ഏതാണ് കർഷണ നിയമം? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓവർ ദ ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ടിങ് സർഫേസസ്. അതായത് ഒരു കോണ്ടാക്ട് പ്രതലങ്ങളുടെ വിസ്തൃതിയിലും ആകൃതിയിലും കർഷണ ശക്തി സ്വതന്ത്രമാണ്. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓവർ ദ ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ടിങ് സർഫേസസ്. അടുത്ത what is the direction of frictional force against a motional object? അതായത് ഒരു ചലിക്കുന്ന വസ്തുവിനെതിരെയുള്ള കർഷണ ബലത്തിന്റെ ദിശ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which force is directly proportional to the normal reaction between contacting surfaces? അതായത് സമ്പർക്കം പുലർത്തുന്ന പ്രതലങ്ങൾ തമ്മിലുള്ള സാധാരണ പ്രതികരണത്തിന് നേരിട്ട് ആനുപാതികമായ ശക്തി ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. Which force is directly proportional to the normal reaction between contacting surfaces? ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. Which one of the following acts in between the wheels and roads if vehicles are able to run on roads? അതായത് വാഹനങ്ങൾക്ക് റോഡിൽ ഓടാൻ കഴിയുമെങ്കിൽ ചക്രങ്ങൾക്കും റോഡുകൾക്കും ഇടയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഫ്രിക്ഷൻ. Which one of the following acts in between the wheels and roads if vehicles are able to run on roads? ഏതാണ്? ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which is useful friction? ഉപയോഗപ്രദമായ ഘർഷണം ഏതാണ്? ബ്രേക്ക് ഷൂ ലൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ. Which is wasteful friction? പാഴായ ഘർഷണം ഏതാണ്? റിയർ ആക്സിൽ ഗിയർ. അടുത്ത ക്വസ്റ്റ്യൻ. Which is depends on the frictional force? അതായത് ഏതാണ് കർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? കോണ്ടാക്ട് സർഫേസസ്. ഏതാണ് കർഷണ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? കോണ്ടാക്ട് സർഫേസസ്. അടുത്ത ക്വസ്റ്റ്യൻ. How coefficient of friction is expressed? അതായത് ഈ കർഷണത്തിന്റെ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? It is the ratio between frictional force and normal reaction. അടുത്ത ക്വസ്റ്റ്യൻ. Which symbol is used to denote coefficient of friction? അതായത് കർഷണത്തിന്റെ കോഎഫിഷ്യന്റ് സൂചിപ്പിക്കാൻ ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? മിയോ. ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? Which symbol is used to denote coefficient of friction? മിയോ. അടുത്ത ക്വസ്റ്റ്യൻ. What kind of friction is called if two objects are in contact at rest? അതായത്
ഈ രണ്ട് വസ്തുക്കൾ നിശ്ചല അവസ്ഥയിൽ സമ്പർക്കത്തിലാണെങ്കിൽ ഏത് തരത്തിലുള്ള ഘർഷണത്തെ വിളിക്കുന്നു? അതിനെ എന്താ വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് കാൾഡ്? ഈ ടു ഒബ്ജക്ട്സ് ആർ ഇൻ കോണ്ടാക്ട് അറ്റ് റെസ്റ്റ്. ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അതായത് ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവന? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈഡിംഗ് ഘർഷണം എപ്പോഴും പരിമിതപ്പെടുത്തുന്ന ഘർഷണത്തെക്കാൾ കുറവാണ്. Which is the correct statement? Sliding friction is always less than limiting friction. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? സ്ലൈഡിംഗ് ഘർഷണം എപ്പോഴും പരിമിതപ്പെടുത്തുന്ന ഘർഷണത്തെക്കാൾ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കന്റ്? അതായത് ഒരു ലൂബ്രിക്കന്റിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഒരു ലൂബ്രിക്കന്റിന്റെ ഉദ്ദേശം? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. What is the purpose of a lubricant? To reduce friction. What type of lubricant is used in Wickfield lubrication system? അതായത് ഈ വിക്ഫീൽഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ലബ് ഓയിൽ. ഏതാണ്? വാട്ട് ടൈപ്പ് ഓഫ് ലൂബ്രിക്കന്റ് ഈസ് യൂസ്ഡ് ഇൻ വിക്ഫീൽഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ഏതാണ്? ലബ് ഓയിൽ. Which lubrication system is provided with a ring oiler to splash lub oil continuously around the parts? അതായത് ഭാഗങ്ങളിൽ തുടർച്ചയായി ലൂപ്പ് ഓയിൽ തെറിപ്പിക്കാൻ റിംഗ് ഓയിലർ നൽകിയിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ്? സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഏതാണ്? സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which one is the 3 types of lubrication system in general use? അതായത് പൊതുവായ ഉപയോഗത്തിലുള്ള 3 തരം ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. Which one is the 3 types of lubrication system in general use? Gravity feed system, force feed system, splash feed system. Which lubrication system employs oil holes in the machines? അതായത് ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ് യന്ത്രങ്ങളിൽ എണ്ണദ്വാരങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. Which lubrication system employs oil holes in the machines? ഏതാണ്? ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, which is used to reduce the friction in machine parts? അത് പ്രധാനപ്പെട്ടതാണ്. യന്ത്രഭാഗങ്ങളിലെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ലൂബ്രിക്കൻസ്. Which is used to reduce the friction in machine parts? Lubricants. അടുത്ത ക്വസ്റ്റ്യൻ, which is the main purpose of using the lubricant oil in engine moving parts? അതായത് എഞ്ചിൻ ചലിക്കുന്ന ഭാഗങ്ങളിൽ ലൂബ്രിക്കന്റ് ഓയിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. എന്താണ് പ്രധാന ഉദ്ദേശം? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അടുത്ത which is the correct statement? അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? lubricants acts to prevent corrosion. Lubricants act to prevent corrosion. അടുത്ത ക്വസ്റ്റ്യൻ, ഈ തസ്തികയിലേക്ക് അപേക്ഷ സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, what causes the efficiency of a machine by maintaining the lubrication? അതായത് ലൂബ്രിക്കേഷൻ നിലനിർത്തുന്നതിലൂടെ ഒരു യന്ത്രത്തിന്റെ കാര്യക്ഷമതയ്ക്ക് കാരണമാകുന്നത് എന്താണ്? എന്താണ്? increases. What causes the efficiency of a machine by maintaining the lubrication? Increases.
അടുത്ത ക്വസ്റ്റ്യൻ which affects the center of gravity of the object. അതായത് ഈ വസ്തുവിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെ ബാധിക്കുന്നത് ഏതാണ് മാസ്. which affects the center of gravity of the object മാസ്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ what is the name of the point at which all the weight of the body concentrated. അതായത് ശരീരത്തിന്റെ എല്ലാ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിന്റെ പേരെന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി. വാട്ട് ഈസ് ദ നൈം ഓഫ് ദ പോയിന്റ് അറ്റ് വിച്ച് ഓൾ ദ വെയിറ്റ് ഓഫ് ദ ബോഡി കോൺസെൻട്രേറ്റഡ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി. where the center of gravity of a circle lies. അതായത് ഈ ഒരു വൃത്തത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം എവിടെയാണ്? at its center. അടുത്ത ക്വസ്റ്റ്യൻ what is the center of gravity of a right circular cone from its base. അതായത് വലത് വൃത്താകൃതിയിലുള്ള കോണിന്റെ അടിത്തട്ടിൽ നിന്ന് ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? h/4. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റെക്ടാങ്കുലർ ബോഡി. അതായത് ഈ ചതുരാകൃതിയിലുള്ള ശരീരത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? at the point of intersection of its diagonals. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ ഫ്രം ഇറ്റ്സ് ബേസ്. അതായത് ഒരു ഖര അർദ്ധഗോളത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? 3r/8. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ.